ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തെക്കൻ കേരളത്തിൽ ഡിസംബർ മാസം 8-ാം തീയതി നടക്കുകയാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന പിണറായി വിജയൻ സർക്കാർ ജനകീയ ആസൂത്രണത്തിൻ്റെ 2-ാം ഘട്ടം നടപ്പാക്കി പൂർത്തീകരണത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വികസനത്തിന് പുതിയ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് വലിയ ജനകീയ മാതൃകകളാണ് കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. പ്രളയാനന്തര സാഹചര്യവും കോവിഡ് മഹാമാരിയും സൃഷ്ടിച്ച വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് പ്രാദേശിക സർക്കാരുകൾ മുഖേന ഈ വികസന മുന്നേറ്റങ്ങൾ ഫലപ്രദമായി കേരളത്തിൽ സാധ്യമാക്കിയത്. പുതിയ ഒരു കേരളം സൃഷ്ടിക്കുകയെന്ന മഹത്തായ യജ്ഞത്തിൻ്റെ ലക്ഷ്യത്തോടു കൂടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ 68 ഗ്രാമപഞ്ചായത്തുകളും 4 മുനിസിപ്പാലിറ്റികളും കൊല്ലം കോർപ്പറേഷനും 11 ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുമടക്കം 85 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഉള്ളത്. ജില്ലാ പഞ്ചായത്തിൽ 26 വാർഡുകളും 11 ബ്ലോക്ക് പഞ്ചായത്തുകളിലായി 152 ബ്ലോക്ക് ഡിവിഷനുകളും 68 ഗ്രാമപഞ്ചായത്തുകളിലായി 1234 വാർഡുകളും കൊല്ലം കോർപ്പറേഷനിൽ 55 ഡിവിഷനുകളും കരുനാഗപ്പള്ളി, പരവൂർ, കൊട്ടാരക്കര, പുനലൂർ മുനിസിപ്പാലിറ്റികളിലായി 131 വാർഡുകളുമടക്കം 1598 വാർഡുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. 2015 ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 26 ജില്ലാ ഡിവിഷനിൽ 22-ലും LDF വിജയിക്കുകയും CPIMന് 14 അംഗങ്ങളടക്കം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുകയുണ്ടായി. 11 ബ്ലോക്ക് പഞ്ചായത്തും LDF ഭരണത്തിലാണ് അധികാരത്തിൽ. 68 ഗ്രാമപഞ്ചായത്തുകളിൽ 60 ഗ്രാമപഞ്ചായത്തുകളിലും LDFനാണ് കഴിഞ്ഞ തവണ ഭൂരിപക്ഷം ലഭിച്ചത്. കൊല്ലം കോർപ്പറേഷനിലെ 55 ഡിവിഷനുകളിൽ LDFന് 37 കൗൺസിലർമാരുടെ പിന്തുണയാണ് ഉണ്ടായിരുന്നത്. 4 മുനിസിപ്പാലിറ്റികളും LDFൻ്റെ നിർണായക സ്വാധീനത്തിലാണ് 5 വർഷക്കാലം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2015 തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ നിന്ന് വ്യത്യസ്തമായി RSP, ലെനിനിസ്റ്റ്, LJD, ജോസ് കെ മാണി വിഭാഗം, കേരള കോൺഗ്രസ് എന്നിവ LDFൻ്റെ ഭാഗമായി മാറുകയുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ RSP, ലെനിനിസ്റ്റ്, കേരള കോൺഗ്രസ് M, കേരള കോൺഗ്രസ് B എന്നീ പാർട്ടികൾ ഓരോ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചേരിയിലേക്ക് കടന്നു വന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ജില്ലാ, ബ്ലോക്ക്, ഗ്രാമ, മുനിസിപ്പൽ കോർപ്പറേഷൻ മേഖലയിൽ അർഹമായ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് 10-ാം തീയതിയോടുകൂടി തന്നെ LDF ചർച്ച പൂർത്തീകരിച്ച് 14-ാം തീയതി കൊണ്ട് തന്നെ LDFൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പരസ്യമായി പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് LDF സജീവമായി മുന്നിലാണ് നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി 2000-ൽ ജനകീയ പാർപ്പിട പദ്ധതി നടപ്പാക്കിയത് കൊല്ലം ജില്ലാ പഞ്ചായത്തായിരുന്നു. 75,000 വീടുകൾ
ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ മുൻകൈയെടുത്ത് ഹെഡ്കോയിൽ നിന്ന് വായ്പയെടുത്ത് 10 വർഷക്കാലം തിരിച്ചടി അടയ്ക്കാമെന്ന വ്യവസ്ഥയിൽ 75,000 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന അഭിമാനകരമായ പ്രവർത്തനമാണ് നടത്തിയത്. 2010 സ്ഥലപരാസൂത്രണത്തിൻ്റെ പേരിൽ ഇന്ത്യയിൽ ആദ്യമായി ജില്ലയുടെ 20 വർഷക്കാലത്തെ ഒരു വികസന കാഴ്ചപ്പാട് തയ്യാറാക്കുന്ന സ്പേഷ്യൽ പ്ലാനിംഗ് പദ്ധതി നടപ്പാക്കുകയും ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ത്രിതല പഞ്ചായത്തുകളുടെ ഭരണം ജില്ലയിൽ നടപ്പാക്കിക്കൊണ്ട് ഇരിക്കും. 2015 കാലഘട്ടത്തോടുകൂടി ജില്ലയിൽ ആവശ്യമായിട്ടുള്ള പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള കാഴ്ചപ്പാടോടെ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സംയോജിതമായ പദ്ധതികൾ ആരംഭിക്കുകയും പാൽ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ വരാൻ കഴിഞ്ഞ ജില്ലയായി കൊല്ലം ജില്ലാ പഞ്ചായത്തിന് മാറാനും കഴിയുകയുണ്ട്. 2000 സ്വജൽധാര പദ്ധതിയിലൂടെ 26 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് 315 പ്രോജക്റ്റുകൾ കുടിവെള്ള പദ്ധതി മേഖലയിൽ നടപ്പാക്കിക്കൊണ്ട് 1,10,000-ഓളം കുടുംബാംഗങ്ങൾക്ക് വെള്ളം എത്തിക്കാൻ കഴിയത്തക്ക നിലയിലത്തേക്ക് കുടിവെള്ള മേഖലയിൽ ഫലപ്രദമായി ഇടപെടുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. കാർഷിക, വിദ്യാഭ്യാസ, ആരോഗ്യ വികസന മേഖലയിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി മുൻകൈയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നെൽകൃഷി ഈ ഘട്ടത്തിൽ തന്നെ 200 ഹെക്ടറിലേക്ക് കൂടി വ്യാപിപ്പിക്കാനും 5 ഫാമുകളിൽ സമഗ്ര വികസനം നടപ്പാക്കാനും തൊഴിൽ സംരംഭകർക്കായി 16 കേന്ദ്രങ്ങളിൽ മിനി വ്യവസായ എസ്റ്റേറ്റുകൾ സ്ഥാപിക്കാനും 25 പട്ടികജാതി സങ്കേതങ്ങളിൽ വർക്ക് ഷെഡ് കം ട്രെയിനിങ് സെൻ്ററുകൾ സ്ഥാപിക്കാനും ഈ കാലഘട്ടത്തിനിടയിൽ കഴിയുകയുണ്ട്. തൊഴിൽ സംരംഭകർക്കായി മിനി വ്യവസായ എസ്റ്റേറ്റുകൾ 11.71 കോടി രൂപ ആണ് മുടക്കിയത്. കാർഷിക മേഖലയായിട്ടുള്ള ശൂരനാട്ട് 2 കോടി രൂപ മുതൽ മുടക്കിൽ റൈസ് മിൽ സ്ഥാപിച്ചതും സുഭിക്ഷ കേരളത്തിന് 7.5 കോടി രൂപ നീക്കിവെച്ച പദ്ധതികൾ ആരംഭിച്ചതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കുളങ്ങളുടെ സംരക്ഷണം അതിന് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് സുജലം പദ്ധതി നടപ്പാക്കുകയുണ്ട്. കായിക മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഓപ്പൺ ജിംനേഷ്യം, അഷ്ടമുടിയുടെ തീരങ്ങളിൽ കണ്ടലഴക്, പ്രീ റിക്രൂട്ട്മെൻറ്റ് ട്രെയിനിങ്ങും പ്രതിഭാ പിന്തുണയും ഇവയെല്ലാം സംഘടിപ്പിക്കുകയുണ്ട്. ജില്ലാ ആശുപത്രിയിൽ ആധുനിക സൗകര്യത്തോടെ കീമോതെറാപ്പി, മാമോഗ്രാഫി യൂണിറ്റുകൾ സ്ഥാപിക്കാനും തദ്ദേശ ഭാഷാ പഠന കേന്ദ്രം തുടങ്ങി ഒട്ടേറെ സംരംഭങ്ങൾ ഈ കാലഘട്ടത്തിൽ നടത്താനും കഴിയും. അതിൻ്റെ ഭാഗമായി 95 മുതൽ 25 കൊല്ലക്കാലം തുടർച്ചയായി LDFൻ്റെ നേതൃത്വത്തിൽ ഭരണം നടത്തുന്ന ജില്ലാ പഞ്ചായത്തിന് 3 തവണ ദേശീയ പുരസ്കാരം ലഭിച്ചു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. കൊല്ലം കോർപ്പറേഷൻ 20 കൊല്ലക്കാലമായി LDFൻ്റെ നിയന്ത്രണത്തിലാണ്. വികസന രംഗത്ത് വലിയ നേട്ടങ്ങളാണ് കൊല്ലം കോർപ്പറേഷനിൽ കൈവരിക്കാൻ കഴിയും. ഒട്ടേറെ കേന്ദ്ര പദ്ധതികൾ ഈ കാലഘട്ടത്തിൽ കോർപ്പറേഷൻ ഭരണസമിതികളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നേടിയെടുക്കാനും നടപ്പിൽ വരുത്താനും കഴിയും. ആയിരക്കണക്കിന് കോടി രൂപ വരുന്ന അമൃത്, സ്വച്ഛ് ഭാരത് പദ്ധതികൾ ഇതിൽ പ്രധാനമാണ്. കഴിഞ്ഞ തവണ ആദ്യമായി 100% പദ്ധതി തുക ചെലവഴിച്ചത് കൊല്ലം കോർപ്പറേഷനായി. അതിൻ്റെ ഭാഗമായി പ്രഥമ നഗരപാലിക അവാർഡ് നേടാനും ആർദ്ര കേരളം പുരസ്കാരവും അടക്കം നേടുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. 3 അവാർഡുകൾ നേടിയെടുക്കാൻ കൊല്ലം കോർപ്പറേഷന് കഴിഞ്ഞു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്.
കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നായകനായ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഒക്ടോബർ മാസം 2-ാം തീയതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൊല്ലത്ത് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. കേരളത്തിലെയും തെക്കേ ഇന്ത്യയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രമായി കൊല്ലം മാറുന്ന അനുഭവമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ജില്ലയിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും പരിപൂർണമായ പിന്തുണയും വലിയ താൽപ്പര്യവുമെല്ലാം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉയർന്ന് വന്നിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 1538 വാർഡുകളിലും 1598 വാർഡുകളിലും LDF സമ്പൂർണ്ണ ഐക്യമായിട്ടാണ് മത്സരിക്കുന്നത്. ജില്ലയിൽ 53% സീറ്റുകളിൽ വനിതകളാണ് സ്ഥാനാർത്ഥികളായി രംഗത്ത് വന്നിട്ടുള്ളത്. കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിൽ 70% വനിതാ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജനപ്രതിനിധികളായി പ്രവർത്തനം നടത്തി നല്ല മികവ് പ്രകടിപ്പിച്ച ഒട്ടേറെ വനിതാ ജനപ്രതിനിധികളെ ജനറൽ സീറ്റുകളിൽ അടക്കം മത്സരിപ്പിക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറായിരുന്നു. ആ നിലയിൽ 53% സീറ്റിൽ ജില്ലയിൽ വനിതകളാണ് മത്സരിക്കുന്നത്. കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ ആദിവാസി മേഖലയിൽ കടമാൻകോട് എന്ന് പറയുന്ന ഒരു ജനറൽ സീറ്റിൽ പട്ടിക വർഗ വിഭാഗത്തിലുള്ള 21 വയസ്സ് മാത്രം പ്രായമുള്ള ലേബു മോൾ ആണ് സ്ഥാനാർത്ഥി. ജില്ലാ പഞ്ചായത്തിൽ SFIയുടെ ജില്ലാ സെക്രട്ടറി അനന്തു 24 വയസ്സ് മാത്രം പ്രായമുള്ള ആൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. വെളിനല്ലൂർ ജില്ലാ ഡിവിഷനിൽ DYFയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻ സ്ഥാനാർത്ഥിയാണ്. കൊല്ലം കോർപ്പറേഷനിൽ 22 വയസ്സ് പ്രായമുള്ള SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം പവിത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും വിദ്യാർത്ഥി രംഗത്തും യുവജന രംഗത്തും തൊഴിലാളി രംഗത്തും ജീവിതത്തിൻ്റെ നാനാ മേഖലകളിൽ വ്യത്യസ്തങ്ങളായ പ്രവർത്തന മികവ് കാണിച്ചിട്ടുള്ള ഒരു കൂട്ടായ്മ എന്ന നിലയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊല്ലം ജില്ലയിൽ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചിട്ടുള്ളത്. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ കൺവെൻഷനുകൾ, ബ്ലോക്ക് ഡിവിഷൻ കൺവെൻഷനുകൾ, കോർപ്പറേഷൻ, മുനിസിപ്പൽ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകളെല്ലാം എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് നടത്തുകയുണ്ടായി. വാർഡ് ബൂത്ത് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പൂർത്തീകരിച്ചുകൊണ്ട് 30-ാം തീയതിക്കകം കുടുംബയോഗങ്ങളും വാട്സപ്പ് കൂട്ടായ്മകളും സംഘടിപ്പിക്കുന്ന നിലയിലാണ് പ്രവർത്തനങ്ങൾ നിൽക്കുന്നത്. ജില്ലയെ സംബന്ധിച്ചിടത്തോളം UDFന് എല്ലാ വാർഡിലും സ്ഥാനാർത്ഥികളില്ല. 150ഓളം കേന്ദ്രങ്ങളിൽ കോൺഗ്രസിൻ്റെ റിബലുകൾ മത്സരരംഗത്ത് കടന്ന് വന്നിരിക്കുകയാണ്. കോർപ്പറേഷൻ മേഖലയിൽ തന്നെ UDFൻ്റെ അറിയപ്പെടുന്ന 9 നേതാക്കന്മാർ റിബലായി മത്സരിക്കുകയാണ്. കടുത്ത സംഘടനാ പ്രശ്നത്തിലും പ്രതിസന്ധിയിലും വെല്ലുവിളിയിലുമാണ് BJP സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. ജില്ലയിൽ UDFൻ്റെ അടിത്തറ തകരുന്ന നിലയിലത്തേക്കുള്ള സാഹചര്യമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ശൂരനാട് തെക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന O. ശ്രീദേവി മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ ഭാരവാഹികളിലൊരാളാണ്. UDFിൽ നിന്ന് രാജിവെക്കാനും LDFിൻ്റെ ഭാഗമായി മാറാനും കഴിയും.
ജില്ലയിൽ ആര്യങ്കാവ്, പുനലൂർ, കരവാളൂർ, കടയ്ക്കൽ, കുണ്ടറ, നെടുമ്പന, ചാത്തന്നൂർ, മങ്ങാട്, കരുനാഗപ്പള്ളി തുടങ്ങി നിരവധി കേന്ദ്രങ്ങളിൽ നൂറുകണക്കിന് BJPയുടെ പ്രവർത്തകർ BJPയിൽ നിന്ന് രാജിവെക്കാനും CPIMൻ്റെയും LDFൻ്റെയും ഭാഗമായി മാറാനും കഴിഞ്ഞ സാഹചര്യം ജില്ലയിൽ നിലനിർത്തുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുള്ളതിനേക്കാൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് LDF ഇക്കുറി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജില്ലാ തലത്തിലും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രകടന പത്രികകൾ 30-ാം തീയതി കൊണ്ട് പ്രസിദ്ധീകരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രകടന പത്രിക ഇന്ന് പ്രസിദ്ധീകരിക്കുകയുണ്ട്. നാളെ കൊല്ലം കോർപ്പറേഷൻ്റെയും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിൽ വീണ്ടും LDF അധികാരത്തിൽ വരുന്ന നിലയിൽ ആവേശകരമായിട്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. 2005-ലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥ LDFന് അനുകൂലമായി ജില്ലാ പഞ്ചായത്തിലുണ്ടാകും. 2005-ൽ 27 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ 26 ജില്ലാ ഡിവിഷനിലും LDF ജയിച്ച ആ സ്ഥിതിയേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥ കൈവരുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് ജില്ലയിൽ നടന്നുകൊണ്ട് ഇരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന് മെച്ചപ്പെട്ട സൗകര്യത്തോടു കൂടിയുള്ള ആസ്ഥാന മന്ദിരം 1ാമത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ തന്നെ ചെയ്യുകയുണ്ട്. 2000-ൽ ഇന്ത്യയിലാദ്യമായി സാക്ഷരതാ ഭവന് ജില്ലാ പഞ്ചായത്ത് കോമ്പൗണ്ടിൽ തന്നെ ആസ്ഥാനം പടുത്തുയർത്തുകയുണ്ടായി. എല്ലാ മെച്ചപ്പെട്ട സൗകര്യത്തോടും പ്രവർത്തിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള കോൺഫറൻസ് ഹാളും അനുബന്ധ സൗകര്യങ്ങളുമെല്ലാം പടുത്തുയർത്താൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുള്ളൂ. ജില്ലാ പഞ്ചായത്ത് വിഭാവനം ചെയ്ത എല്ലാ പദ്ധതികളും ഇതിനിടയിൽ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതെല്ലാം വളരെ വേഗം പൂർത്തീകരിക്കാൻ തുടർന്നുള്ള ഭരണസമിതിക്ക് നിശ്ചയമായും കഴിയും. വീടുകൾ ഹരിതഭവനങ്ങളാക്കി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് രക്ഷ നേടുക എന്ന കാഴ്ചപ്പാടോടെയാണ് പ്രധാനമായി പ്രവർത്തിക്കുന്നത്. കാർഷിക വികസനവും മൃഗസംരക്ഷണവും ക്ഷീരവികസനവും മാലിന്യ സംസ്കരണവും ജലവിഭവ സംരക്ഷണവുമെല്ലാം പ്രധാന മേഖലയായി കണ്ടെത്തിക്കൊണ്ട് ഊർജ്ജ സംരക്ഷണമടക്കം നടപ്പാക്കുന്ന കാഴ്ചപ്പാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. 2018-ലെ പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികളെ അടക്കം ഫലപ്രദമായി സംഘടിപ്പിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ ആദ്യം കേരളത്തിൽ മുൻപന്തിയിൽ വന്നത് കൊല്ലമായി. വരൾച്ച, പ്രളയം, ഉരുൾപൊട്ടൽ, ചുഴലിക്കാറ്റ്, കടൽക്ഷോഭം തുടങ്ങിയ എല്ലാ പ്രകൃതിക്ഷോഭങ്ങളും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ആഗോളതാപനത്തിൻ്റെയും പ്രത്യാഘാതങ്ങളാണ്. ഇതിൻ്റെ കാഠിന്യം ലഘൂകരിക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനും ആശയവ്യക്തത വരുത്തുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ ദുരന്ത നിവാരണ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചും നദികളും തോടുകളും ആഴം കൂട്ടി ശുചീകരിച്ചും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കിയും ബഹുജന പങ്കാളിത്തത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രദേശം പരിസ്ഥിതി സൗഹൃദവും അതിജീവനക്ഷമവും ആക്കി മാറ്റും. വിശപ്പ് രഹിത കേരളം ജനകീയ ഹോട്ടൽ പദ്ധതി ഫലപ്രദമായി നടപ്പാക്കും.
എംപ്ലോയ്മെൻറ്റ് അഷുറൻസ് പ്രോഗ്രാം ഫലപ്രദമായി നടപ്പാക്കുക മാത്രമല്ല, വിശദമായ വിവരങ്ങളടങ്ങിയ ഓൺലൈൻ അപേക്ഷ സ്വീകരിച്ച് തൊഴിലപേക്ഷകരുടെ ഡിജിറ്റൽ ഡയറക്ടറി തയ്യാറാക്കുന്ന കാഴ്ചപ്പാടും മുന്നോട്ട് വയ്ക്കുകയാണ്. പീസ് വർക്ക് എൻ്റർപ്രൈസസ് ഫലപ്രദമായി അത് നടപ്പാക്കും. വനിതാ സംരംഭകത്വ പ്രോത്സാഹന പദ്ധതിക്ക് നല്ല മുൻകൈ തന്നെ നൽകുന്ന നില ഉണ്ടാകും. ബ്യൂട്ടി പാർലർ, ഷീ വെൽനസ് സെൻറ്റർ, ഐസ്ക്രീം പാർലർ, മാലിന്യ സംസ്കരണോപാധികൾ വിൽക്കുന്ന കടകൾ, മെഡിക്കൽ ഷോപ്പ്, ഫിഷ് ആൻഡ് മീറ്റ് സ്റ്റാൾ, ഇവൻ്റ് മാനേജ്മെൻറ്റ് സംരംഭം, ശൗചാലയങ്ങൾ ഉൾപ്പെടെ വിശ്രമകേന്ദ്രങ്ങൾ, കരകൗശല ഉൽപ്പന്നങ്ങളുടെയും പ്ലാസ്റ്റിക് ബദൽ ഉൽപ്പന്നങ്ങളുടെയും വിപണനശാലകൾ, കാർഷികോൽപ്പന്ന സംസ്കരണ സംരംഭങ്ങൾ, റിപ്പയറിങ്ങിനും മറ്റ് സർവീസുകൾക്കും വേണ്ടിയുള്ള മൾട്ടി ടാസ്ക് ടീമുകൾ തുടങ്ങിയ പൊതു സേവന സംരംഭങ്ങൾ ആരംഭിക്കാൻ ലക്ഷ്യമിടുന്നു. വയോ ക്ലബ്ബുകളും പാലിയേറ്റീവ് പരിചരണവും അതിൽ പ്രാധാന്യം നൽകും. സാമൂഹ്യ വനവൽക്കരണവും ഫലവൃക്ഷത്തൈ നടലും ജില്ലാതലത്തിൽ മുൻകൈയെടുത്തുകൊണ്ട് ജില്ലയിൽ ഏകീകരിക്കുന്ന സംവിധാനമുണ്ടാകും. കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട നദികളാണ് കല്ലടയാറും അഷ്ടമുടിക്കായലും പള്ളിക്കലാറും. ഈ നദികൾ ഒഴുകിവരുന്ന പ്രദേശങ്ങളുടെ ഇരുകരകളും സംരക്ഷിച്ച് ജൈവ സംരക്ഷണം ഏർപ്പെടുത്തും. ഈ നദികൾ ശുചിയാക്കുന്നതിനും വെള്ളം നിർബാധമൊഴുകുന്നതിനുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിനും അധികമായി അടിഞ്ഞുകൂടിയ മണലുമെക്കലും മാറ്റുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ശക്തിപ്പെടും. സുജലം പദ്ധതിയുടെ ഭാഗമായി നദികൾ, ജലാശയങ്ങൾ, തോട്, കുളങ്ങൾ എന്നിവയിലെ ചെളി മാറ്റി ആഴം കൂട്ടി അതിൻ്റെ ഇരുകരകളിലും മണ്ണൊലിപ്പ് തടയുന്നതിനു വേണ്ടി കൈത, മുള, ഇറ, രാമച്ചം തുടങ്ങിയവ വെച്ച് പിടിപ്പിച്ച് കരകൗശല സംരംഭക സാധ്യതയുള്ള അസംസ്കൃത സാധനങ്ങളുടെ ലഭ്യതയും മത്സ്യപ്രജനന സാധ്യതയും ഉറപ്പാക്കി വികസിപ്പിക്കും. പ്രദർശനത്തോട്ടങ്ങൾ സ്ഥാപിക്കുക എന്നതും പ്രധാനമാണ്. വേനൽക്കാല കായലോര വിനോദ സഞ്ചാര പ്രോത്സാഹന പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി നിലവിലുള്ള നിയമങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് കടവുകൾക്കടുത്ത് പ്രകൃതി രമണീയമായ കായൽ സൗന്ദര്യം അടുത്തുനിന്ന് ആസ്വദിക്കാൻ അവസരമൊരുക്കാനുള്ള പദ്ധതി നടപ്പാക്കും. വേനൽക്കാലത്ത് കായലോരങ്ങളിൽ താൽക്കാലിക കോട്ടേജുകൾ സ്ഥാപിച്ച് ഉത്തരവാദ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കും. കൊല്ലം ജില്ലയിലെ പരമ്പരാഗത വ്യവസായ മേഖലകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പരമ്പരാഗത കരകൗശല ഉൽപ്പന്ന നിർമ്മാണം, കശുവണ്ടി സംസ്കരണം ഉൾപ്പെടെ നേരിൽ കാണാൻ അവസരമൊരുക്കും. തൊണ്ടഴുക്കലും കയർപിരി പഴയതും പുതിയതുമായ രീതികളും കാണാൻ അവസരം ലഭ്യമാക്കും. ഇളനീരും നാടൻ ഭക്ഷണവും മത്സ്യവിഭവങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും ഉൾപ്പെടെ താൽപ്പര്യാനുസരണം ലഭ്യമാക്കാൻ സൗകര്യമൊരുക്കും. ഇതിനായി കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് സംരംഭകരെ തിരഞ്ഞെടുക്കും. പരമ്പരാഗത കരകൗശല വ്യവസായ പ്രോത്സാഹന പദ്ധതിയും ലക്ഷ്യമിടുകയാണ്. റിന്യൂവബിൾ എനർജി ആൻഡ് മാലിന്യ സംസ്കരണ സംവിധാനം നടപ്പാക്കും. ജില്ലാ പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിൽ 5 ഫാമുകളുണ്ട്. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, മത്സ്യം വളർത്തൽ തുടങ്ങിയ സർക്കാർ ഫാമുകളിൽ ഫാം ടൂറിസം സാധ്യതകളും റെസിഡൻഷ്യൽ പരിശീലന സൗകര്യവും ജില്ലാ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കും. കിണർ വെള്ളം പരിശോധനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കുടിവെള്ളത്തിൻ്റെ ഗുണമേന്മ പരിശോധിച്ച് ആവശ്യമായ പരിഹാരമാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതിന് ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ ലാബ് സൗകര്യത്തെ മെച്ചപ്പെടുത്തിയും അവിടുത്തെ തന്നെ അധ്യാപകരെയും കുട്ടികളെയും സന്നദ്ധ പ്രവർത്തകരെയും സാങ്കേതിക വിദഗ്ധരെയും ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ബ്ലോക്ക്, ഗ്രാമ പഞ്ചായത്തുകളും അതോടൊപ്പം തന്നെ സംയോജിതമായി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണസമിതിയുമായി സഹകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക സംരംഭം ആരംഭിക്കും. കിണർ റീചാർജ് സംവിധാനം ഉണ്ടാക്കും. മഴവെള്ള കൊയ്ത്ത് വഴി ഓരോ വീട് പുരയിടത്തിലും മഴവെള്ളം
ലഭിക്കുന്നത് ആ പുരയിടത്തിൻ്റെ 4 അതിരുകൾക്കപ്പുറത്ത് പോകാത്ത നിലയിലുള്ള സംവിധാനം ഫലപ്രദമായുണ്ടാകും. നഗരവൽക്കരണം ശക്തിപ്പെട്ടതിൻ്റെ ഭാഗമായി വീട് നിർമ്മാണത്തോടനുബന്ധിച്ച് കിണറുകൾ നിർമ്മിച്ചാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വർഷത്തിലൊരിക്കൽ കിണർ ശുദ്ധിയാക്കുന്നത് പോലെ, വെള്ളം കോരിക്കളഞ്ഞ് കിണർ ശുദ്ധിയാക്കുന്നത് പോലെ ഇപ്പോൾ തയ്യാറാകുന്നില്ല. അത് ഗൗരവതരമായ ഒരു പ്രശ്നമായി നിലനിൽക്കുകയാണ്. ജനങ്ങളുടെ ഇടയിൽ ബോധവൽക്കരണം നടത്തി വർഷത്തിലൊരിക്കൽ വീട്ടുമുറ്റത്തുള്ള കിണർ അവർ തന്നെ വൃത്തിയാക്കുന്ന നിലയിലത്തേക്കുള്ള ബോധവൽക്കരണം ജില്ലയിൽ ഉയർത്തിക്കൊണ്ടുവരും. കാർഷിക പ്രാധാന്യമുള്ള കൊല്ലം ജില്ലയിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി നീർത്തട വികസന രേഖയുടെ അടിസ്ഥാനത്തിൽ നീർത്തടങ്ങളുടെ പ്രത്യേകതയ്ക്കനുസരിച്ച് കൃഷി ആസൂത്രണം ചെയ്ത് നടപ്പാക്കും. കാർഷിക കീടരോഗബാധ നിയന്ത്രിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ആരംഭിക്കുന്ന കാർഷിക പ്രദർശനത്തോട്ടങ്ങൾ കൃഷിഭവൻ വഴി ജൈവ കീടനാശിനികളും ഉപയോഗരീതിയും ഇത് ലഭ്യമാക്കും. കാർഷിക ഫാമുകളിൽ അലങ്കാരച്ചെടികളുടെ ഉൽപ്പാദനത്തിനും ഫാം ടൂറിസത്തിനും റെസിഡൻഷ്യൽ പരിശീലനത്തിനും അനുയോജ്യമായ വിധം അത് വികസിപ്പിക്കും. മൃഗസംരക്ഷണവും ക്ഷീരവികസനത്തിൽ ഇന്ന് നൽകിയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ താൽപ്പര്യം ഉയർത്തിക്കൊണ്ടുവരും. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പുകളെ എല്ലാ സ്ഥാപനങ്ങളും കർഷക സൗഹൃദമാക്കും. മൃഗസംരക്ഷണ ക്ഷീരവികസന സംരംഭത്വ രംഗങ്ങളിൽ ജനങ്ങൾക്ക് തൊഴിലും വരുമാനവും നൽകി ഉപജീവന സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ പരിശ്രമിക്കും. ചെറുകിട ജലസേചന മേഖലയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. നീർത്തടാധിഷ്ഠിത വികസനം ഉറപ്പാക്കും. നദികളും തോടുകളും കനാലുകളും ജലാശയങ്ങളും എക്കൽ നീക്കി ആഴം കൂട്ടി ശുചിയാക്കി മഴവെള്ളം സംഭരിക്കുന്ന പ്രവർത്തനം നടത്തും. ജില്ലയിലാകെ മത്സ്യവിപണനം ശൃംഖല ബന്ധിതമാക്കാൻ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കും. ഭക്ഷ്യയോഗ്യമായ മത്സ്യവും മത്സ്യ ഉൽപ്പന്നങ്ങളും വ്യാപകമാക്കും. മായം ചേർക്കൽ കർശനമായി തടയാനുള്ള നിലപാടുകൾ സ്വീകരിക്കും. പ്രകൃതിക്ഷോഭങ്ങൾ, ദുരന്തങ്ങൾ നേരിടാൻ ദുരിതാശ്വാസ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കാനുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കും. സീസൺ കാലത്ത് മത്സ്യമുണക്കി സംഭരിക്കാൻ പ്രയറും സംഭരണ കേന്ദ്രങ്ങളും ആരംഭിക്കും. ചെറുകിട വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി ഭവന സമുച്ചയങ്ങളിൽ ഭവനവും സംരംഭത്വ വികസന പരിപാടിയുടെ തൊഴിലും വരുമാനവും ലഭ്യമാക്കാനുള്ള പദ്ധതികൾ ആരംഭിക്കും. ജലവിതരണത്തിൽ പ്രത്യേകം അത് ശ്രദ്ധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രകൃതിദത്ത ജലസംരക്ഷണ നീർത്തട വികസന പദ്ധതിയും കിണർ റീചാർജിങ്ങും മഴക്കുഴിയും മഴക്കൊയ്ത്തും ആവശ്യമായ പഞ്ചായത്തുകളിൽ ക്യാമ്പയിൻ രീതി നടപ്പാക്കും. വയലേലകളുടെ ഏറ്റവും മുകളിലുള്ള ഭാഗത്തുള്ള തലക്കുളങ്ങൾ ശുദ്ധിയാക്കുകയും തലക്കുളങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കുകയും ചെയ്യും. വിദ്യാഭ്യാസ രംഗത്ത് ഫലപ്രദമായിട്ടുള്ള ഒരിടപെടൽ നടത്തി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മയെയും കലാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അത് ഫലപ്രദമായി ക്യാമ്പയിൻ ചെയ്യുക മാത്രമല്ല, ആ മേഖലയിൽ ഫലപ്രദമായി ഇടപെടുകയും PTA പ്രവർത്തനങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും. പൊതുമരാമത്ത് മേഖലയിൽ ഗതാഗത സൗകര്യങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിൻ്റെ മുന്നോടിയായി റോഡ് കണക്ടിവിറ്റി മാപ്പും കണക്ടിവിറ്റി പ്ലാനും തയ്യാറാക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ റോഡ് രജിസ്റ്ററും റോഡ് മെയിൻ്റനൻസ് രജിസ്റ്ററും കൃത്യമായി എഴുതി തയ്യാറാക്കുമെന്ന് ഉറപ്പാക്കും. റോഡുകളിൽ ഒട്ടേറെ കേന്ദ്രങ്ങളിൽ അപായ സാധ്യതയുള്ള മേഖലകളുണ്ട്. അപായ സാധ്യതയുള്ള റോഡുകളിൽ അപായ മുന്നറിയിപ്പ് ബോർഡുകൾ വിവിധ ഭാഷകളിൽ സ്ഥാപിക്കും. റോഡിൻ്റെ വശങ്ങളിലെ ഓടകൾ അടിഭാഗം പാറകൾ നിരത്തി അതിന്മേൽ 2 വശങ്ങളിലും കോൺക്രീറ്റ് ഭിത്തിയും ആവശ്യമെങ്കിൽ കവറിംഗ് സ്ലാബും ഉറപ്പാക്കും. പൊതുജനാരോഗ്യ രംഗത്ത് നടപ്പാക്കുന്ന ആർദ്രൻ മിഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആരോഗ്യ സ്ഥാപനങ്ങളുടെ സേവന ഗുണമേന്മയും അടിസ്ഥാന സൗകര്യ വികസനവും വർദ്ധിപ്പിക്കാൻ ഫലപ്രദമായി സഹായിക്കും.
പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിനും സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ആരോഗ്യ ജാഗ്രതാ സമിതികൾ കാര്യക്ഷമമായി നടപ്പാക്കും. ഡയാലിസിസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സൗജന്യ നിരക്കിൽ ബ്ലോക്ക് തലത്തേക്ക് വ്യാപകമാക്കും. ഭിന്നശേഷിക്കാർ, മാനസിക രോഗികളുടെ സംരക്ഷണത്തിനും കൂടുതൽ ശ്രദ്ധയും സൗകര്യവും കൗൺസിലിംഗും ലഭ്യമാക്കും. കേന്ദ്ര സംസ്ഥാന സ്പോൺസേഡ് പരിപാടികൾ ജില്ലാ തലത്തിൽ ഏകോപിപ്പിച്ച് നടപ്പാക്കാൻ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കും. സാമൂഹ്യനീതിയുമായി ബന്ധപ്പെട്ട് അനാഥാലയങ്ങളുടെ കാര്യങ്ങൾ മെച്ചപ്പെടുത്തും. ഭിന്നശേഷിക്കാർ, അഗതികൾ മുതലായവർക്കായി ക്ഷേമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ഗ്രാമപഞ്ചായത്തുകൾ നടത്തിവരുന്ന ദാരിദ്ര്യ ലഘൂകരണ സംരംഭകത്വ വികസനം പരിപാടികൾക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യും. പട്ടികവർഗ വികസന മേഖലയിൽ ലഭിക്കുന്ന പണം അവരുടെ സാമ്പത്തിക വികസനത്തിനും സാമൂഹ്യനീതിക്കുമായി പൂർണ്ണമായി പ്രയോജനപ്പെടുത്തും. അതുമാത്രമല്ല, ഊരുകളിലെ ആദിവാസികളിൽ ആധാർ, വോട്ടർ ID, റേഷൻ കാർഡ്, തൊഴിലുറപ്പ് പദ്ധതി, ജോബ് കാർഡ് തുടങ്ങിയവ ഇല്ലാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കവ ലഭ്യമാക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ ലഭ്യമാക്കാൻ കഴിയുന്ന സഹായങ്ങൾ ഏതെല്ലാമെന്ന് ഗൃഹനാഥൻ്റെ പേരും വീടും നമ്പരും രേഖപ്പെടുത്തി അപേക്ഷ വാങ്ങി വികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഫലപ്രദമായ നിലയിൽ നടപ്പാക്കും. കായിക വിനോദ രംഗത്ത് ഓപ്പൺ സ്റ്റേഡിയങ്ങളും ഇൻഡോർ സ്റ്റേഡിയങ്ങളും സ്ഥാപിക്കും. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സ്പോർട്സിലും ഗെയിംസിലും ആയോധന കലകളിലും ടീമുകൾ രൂപീകരിക്കും. സംസ്ഥാന സാംസ്കാരിക വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി നടപ്പാക്കിയ വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതി കൂടുതൽ ഫലപ്രദമാക്കും. നൈസർഗിക വാസനയുള്ള കുട്ടികളെ കണ്ടെത്തി കലാപഠനം സഹായിക്കാൻ പ്രത്യേകം സഹായിക്കും. സഹകരണ മേഖലയിൽ പ്രത്യേകം ഇടപെടും. കുട്ടികൾ, ഭിന്നശേഷിയുള്ളവർ, ട്രാൻസ്ജെൻഡേഴ്സ് എന്നിവരുടെ ക്ഷേമത്തിനു വേണ്ടി അവരുടെ കലാകായിക, മാനസിക, സാംസ്കാരിക മേഖലയിൽ അവർക്ക് വേണ്ട സഹായം ചെയ്യും. വനിതാ വികസന മേഖലയുമായി ബന്ധപ്പെട്ട് അവരുടെ സാമൂഹ്യ സാമ്പത്തിക പദവി ഉയർത്തുന്നതിനുള്ള ഒരു വനിതാ ഘടക പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തയ്യാറാക്കും. വനിതകൾക്ക് കായികക്ഷമതയും ആത്മവിശ്വാസവും ലഭ്യമാക്കുന്നതിന് തായ്ക്കൊണ്ട, ജുഡോ, കരാട്ടെ, യോഗ തുടങ്ങിയ ആയോധന കലകളിൽ പരിശീലനം നൽകും. തൊഴിൽ സംരംഭകത്വ വികസനത്തിലൂടെ തൊഴിലും വരുമാനവും ലഭ്യമാക്കുന്നതിനും നൈപുണ്യ വികസനം ആർജിക്കുന്നതിനും അവസരം ലഭ്യമാക്കും. ശാസ്ത്ര സാങ്കേതിക പരിശീലനം നേടിക്കൊണ്ട് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതിനും വീട്ടുവളപ്പിനെ പൂർണ്ണമായി ഉപയോഗിക്കുന്നതിനും വീടിനെ ഹരിതഭവനമാക്കി മാറ്റാനും വനിതകളെ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇത് പ്രവർത്തിക്കും. പരമ്പരാഗതമല്ലാത്ത പുതിയ തൊഴിൽ മേഖലകളിലേക്ക് സ്ത്രീകൾ കടന്നു വരുന്നതിന് വനിതാ ഘടക പദ്ധതിയുടെ ഭാഗമായി പ്രോജക്റ്റുകൾ തയ്യാറാക്കും. സ്ത്രീകളെയും അഭ്യസ്തവിദ്യരെയും സന്നദ്ധ സേവന താൽപ്പര്യമുള്ളവരുമായ എല്ലാ വനിതകളെയും ഒന്നിച്ചുകൂട്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതകൾക്കും പരസ്പരം സഹായിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഫലപ്രദമായി തയ്യാറാക്കും. ടൂറിസം മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ജില്ലയാണ് കൊല്ലം ജില്ല. പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ, ചരിത്രപ്രധാനമായ സ്ഥലങ്ങൾ, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന കേന്ദ്രങ്ങൾ, ഇവയെയെല്ലാം ബന്ധപ്പെടുത്തി ജില്ലയുടെ ചരിത്രം ജില്ലയിലെ കുട്ടികൾക്കും ജില്ലയിലെ ജനങ്ങൾക്കും പഠിക്കാനും മറ്റു പ്രദേശങ്ങളിൽ നിന്ന് എത്തപ്പെടുന്നവർക്ക് അതെല്ലാം മനസ്സിലാക്കാൻ കഴിയത്തക്ക നിലയിൽ ഉള്ള ഒരു പ്രത്യേക പദ്ധതി കൊല്ലം ജില്ലയിൽ തയ്യാറാക്കും. ജില്ലാതലത്തിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ കഴിയത്തക്ക നിലയിൽ ടൂർ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നു. ചരിത്രത്തിൽ ഇടം നേടിയ കുണ്ടറ വിളംബരം നടന്നത് കൊല്ലത്താണ്. ഓച്ചിറ ക്ഷേത്രം, 28 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ആലപ്പാട്, കണ്ടൽ വനങ്ങൾ, ലോകത്ത് ടൈറ്റാനിയം സ്പോഞ്ച് ഉൽപ്പാദിപ്പിക്കുന്ന 7 രാജ്യങ്ങളിൽ ഒന്നായിട്ടുള്ള ഇന്ത്യയിൽ ടൈറ്റാനിയം സ്പോഞ്ച് ഉൽപ്പാദിപ്പിക്കുന്നത് ചവറ KMML ആണ്. അതിനിപ്പുറത്തുള്ള ഇന്ത്യൻ റയർ എർത്ത്, പ്രകൃതി രമണീയമായ നീണ്ടകര തുറമുഖം,
അഷ്ടമുടി തങ്കശ്ശേരി വിളക്കുമാടം, കൊല്ലത്തെ ചീന കൊട്ടാരം, മയ്യനാട് പരവൂർ പൊഴീക്കര, ചടയമംഗലം ജടായുപ്പാറ, മാറ്റിടാമ്പാറ, കടയ്ക്കൽ പ്രദേശം, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, സിനോളിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ട് 10,000-കണക്കിന് ആളുകൾ താമസിക്കുന്ന കുളത്തൂപ്പുഴ RPL റിഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ, തമ്മല എക്കോ ടൂറിസം, ആര്യങ്കാവ് ചുരം, പാലരുവി, പുനലൂർ തൂക്കുപാലം, കഥകളിയുടെ നാടായ കൊട്ടാരക്കര പ്രദേശം, വേലുത്തമ്പിയുടെ വിളംബരം നടന്ന കുണ്ടറ വിളംബരം നടന്ന പ്രദേശം, മണ്ണടി, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട, ആ നിലയിൽ പ്രകൃതി രമണീയമായ പ്രദേശങ്ങളെയും ചരിത്രപ്രധാനമായ പ്രദേശങ്ങളെയും എല്ലാം നേരിട്ട് കാണാനും മനസ്സിലാക്കാനും കഴിയത്തക്ക നിലയിൽ ടൂർ പ്രോഗ്രാം ജില്ലാ പഞ്ചായത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് 1-2 ദിവസക്കാലം കൊണ്ട് ഈ പ്രദേശങ്ങളെല്ലാം സന്ദർശിക്കാനും ചരിത്രം പഠിക്കാനും കഴിയത്തക്ക നിലയിൽ പുത്തൻ തലമുറയെ പഠിപ്പിക്കാനും ജില്ലയിലെത്തപ്പെടുന്നവർക്ക് ഇതെല്ലാം മനസ്സിലാക്കാനും കഴിയത്തക്ക വിധത്തിലുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ ലക്ഷ്യമെല്ലാം ഫലപ്രദമായി നടപ്പാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 85 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള 1598 സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ വിനയപുരസരം ഞാൻ അഭ്യർത്ഥിക്കുന്നു.